നടൻ ദുൽഖർ സൽമാന്റെ വീട്ടിൽ ഇഡി റെയ്ഡ്. കേരളത്തിൽ 17 ഇടങ്ങളിലാണ് പരിശോധന. കഴിഞ്ഞ ദിവസം കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനം വിട്ടു നൽകണമെന്ന് ഹൈക്കോടതി കസ്റ്റംസിന് നിർദ്ദേശം നൽകിയിരുന്നു. തെളിവില്ലാതെ വ്യക്തികൾക്കെതിരെ ആരോപണം ഉന്നയിക്കരുതെന്നും കോടതി കസ്റ്റംസിനെ വിമർശിച്ചു. ഇതിനു പിന്നാലെയാണ് ഇഡിയുടെ നടപടി. വാർത്തയുടെ വിവരങ്ങളുമായി അർച്ചന ചേരുന്നുണ്ട്. അർച്ചന, നമുക്കറിയാം ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായിട്ടാണ് ദുൽഖർ സൽമാന്റെ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. എന്നാൽ കസ്റ്റംസിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിടുന്നൊരു സാഹചര്യമുണ്ടായി. കാരണം നേരത്തെ പിടിച്ചെടുത്ത വാഹനം വിട്ടു നൽകണമെന്ന് ഹൈക്കോടതി കസ്റ്റംസിനോട് പറയുന്നൊരു സാഹചര്യമുണ്ടായി. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഇഡി ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീനിധി, രാവിലെയോടെയാണ് ഇഡി പൃഥ്വിരാജിന്റെയും ഒപ്പം ദുൽഖർ സൽമാന്റെയും എല്ലാം വീടുകളിൽ പരിശോധനയ്ക്കായി എത്തിയത്. പ്രധാനമായും ഹൈക്കോടതിയിൽ നിന്ന് കസ്റ്റംസിന് കനത്ത തിരിച്ചടി ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വാഹന കടത്തുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് പറയുന്ന ഈ കേസിൽ ഇപ്പോൾ ഇഡിയും രംഗത്തേക്ക് എത്തുന്നതെന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കസ്റ്റംസ് ഇതിൽ പ്രധാനമായും നേരത്തെ തന്നെ ഇത്തരത്തിൽ പലരുടെയും വാഹനങ്ങൾ, നടന്മാരുൾപ്പെടെ 35 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു ഓപ്പറേഷൻ നങ്കൂറിന്റെ ഭാഗമായി. ഇതിന്റെ ഭാഗമായി ദുൽഖറിന്റെ അടക്കം വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ദുൽഖർ ഹൈക്കോടതിയെ സമീപിക്കുകയും തന്റെ വാഹനം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. എന്നാൽ ഈ ഘട്ടത്തിൽ കൃത്യമായ നിരീക്ഷണമാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതായത് ദുൽഖറിന്റെ വാഹനം ഉൾപ്പെടെ വിട്ടു നൽകണമെന്നൊരു നിലപാടാണ് കോടതി ഇത് സംബന്ധിച്ച് എടുത്തത്. പ്രധാനമായും ഇത്തരത്തിൽ രേഖകളെല്ലാം ഹാജരാക്കിയാണ് താൻ വാഹനം വാങ്ങിയതെന്ന് ദുൽഖർ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിട്ടു നൽകണമെന്നാണ് കോടതി പറഞ്ഞത്. അതായത് യാതൊരു തെളിവുമില്ലാതെയാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ പിടിച്ചെടുത്തത് എന്നാണ് ഇതിൽ നിന്ന് കോടതി നിരീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം വാഹനങ്ങൾ നൽകണം, ഇതിന് കസ്റ്റംസിന് അപേക്ഷ നൽകണമെല്ലാം തന്നെ കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇഡി പരിശോധന നടത്തുന്നത്. കൊച്ചിയിലും കേരളത്തിലെ വിവിധയിടങ്ങളിലായി 17 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഇഡി പരിശോധന നടത്തുന്നത്. പൃഥ്വിരാജിന്റെ, ദുൽഖറിന്റെ ഒപ്പം നടൻ അമിത് ചെക്കാലിന്റെ വീടുകളിലടക്കം പരിശോധന നടത്തുന്നുണ്ട്. പ്രധാനമായും പനമ്പള്ളിയിലെയും ഒപ്പം ഇളംകുളത്തെയും വീടുകളിലാണ് ഇപ്പോൾ ദുൽഖറിന്റെ വീടുകളിലാണ് പരിശോധന നടത്തുന്നത്. ഏറ്റവും പ്രധാനമായും കസ്റ്റംസ് ഇതിൽ നിന്ന് കനത്ത തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായി. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇഡി ഇറങ്ങുന്നതെന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറെക്കുറെ ശ്രദ്ധിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിലെല്ലാം തന്നെ ഒരു പുകമുറ ആദ്യ ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതായത് ഈ ഓപ്പറേഷൻ നങ്കൂറുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്ന ഒരു സാഹചര്യം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഈ പത്രസമ്മേളനം കസ്റ്റംസ് നടത്തുമ്പോൾ തന്നെ അതിന്റെ പാതി വഴിയിൽ അവസാനിച്ചത് മുതൽ ഇതിൽ ആശയക്കുഴപ്പവും ഒപ്പം ദുരൂഹതയും നിലനിൽക്കുകയാണ്. ആ ഘട്ടത്തിൽ പൊതുസമൂഹം വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുകയും ഇതിനൊരു പിന്നിൽ ഗൂഢാലോചനയുണ്ട്, എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് എന്ന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഹൈക്കോടതിയിൽ നിന്ന് കസ്റ്റംസിന് കനത്ത തിരിച്ചടി ഉണ്ടാകുന്നു. ദുൽഖർ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ അതായത് കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ അന്ന് തന്നെ എല്ലാ രേഖകളും താൻ ഹാജരാക്കിയതാണ്. എന്നാൽ അതൊന്നും പരിശോധിക്കാൻ കസ്റ്റംസ് തയ്യാറായിരുന്നില്ല എന്നതാണ് പ്രധാനമായും ഈ ഹർജിയിൽ ദുൽഖർ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, താൻ ഈ വാഹനങ്ങൾ ഒരു നിയമവിരുദ്ധമായ പ്രവർത്തനത്തിലൂടെയല്ല വാങ്ങിയത്, ഭൂട്ടാനിൽ നിന്ന് എത്തിച്ച വാഹനമല്ല, ഇത് ഇവിടെ നിന്ന് വാങ്ങിയ വാഹനമാണ്. കൃത്യമായ പണം നൽകി, അതായത് ബാങ്കുകളിലൂടെ പണം നൽകിയാണ് ഈ വാഹനം വാങ്ങിയത്. യാതൊരു തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. ഇതിന്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും തന്റെ പക്കലുണ്ട്. ഇത് മുന്നേ ഉപയോഗിച്ചിരുന്ന ഒരാളിൽ നിന്നാണ് ദുൽഖർ ഈ വാഹനം വാങ്ങിയത്. തുടർന്ന് ഈ രേഖകളെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും ഇതിൽ നടന്നിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യമാകുകയും ചെയ്തു. എന്നാൽ പ്രധാനമായും കസ്റ്റംസ് ഇതുമായി ബന്ധപ്പെട്ട് വാദിച്ചത് ഇത്തരത്തിൽ ഇതിൽ പ്രാഥമിക അന്വേഷണം നടക്കുകയാണ്, കൂടുതൽ വിവരങ്ങൾ തേടാനുണ്ട് എന്നാണ്. ആ ഘട്ടത്തിലാണ് തെളിവില്ലാതെ ഇത്തരത്തിൽ ഒരാളെ ഇത്തരത്തിൽ വാഹനം പിടിച്ചെടുക്കരുതെന്ന് കോടതിക്ക് പറയേണ്ടി വന്നത്. അത്തരത്തിൽ കൃത്യമായ നിരീക്ഷണം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിക്കുകയും ഈ വാഹനം ഉടൻ തന്നെ ദുൽഖറിന് വിട്ടു നൽകാനുള്ള നടപടിയിലേക്ക് കസ്റ്റംസ് കടക്കണമെന്നും പറയുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുൽഖർ കസ്റ്റംസിന് അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ ഇഡി ഈ കേസുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 2 കേന്ദ്ര ഏജൻസികളാണ് ഈ ഓപ്പറേഷൻ നങ്കൂറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ രംഗത്തേക്ക് ഇറങ്ങുന്നത്. കസ്റ്റംസിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഇഡിയും രംഗത്തെത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടെന്നുള്ള കാര്യങ്ങളെന്ന് ഇനിയുള്ള മണിക്കൂറുകളിലായിരിക്കും വരിക. എന്തായാലും ഇപ്പോഴും പരിശോധന വിവിധയിടങ്ങളിൽ തുടരുകയാണ്. കൊച്ചിയിലെ 2 വീടുകളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഒപ്പം അമിത് ചെക്കാലിന്റെ വീട്ടിലും ഒപ്പം പൃഥ്വിരാജിന്റെ വീട്ടിലും പരിശോധന നടത്തുന്നുണ്ട്. പൃഥ്വിരാജിന്റെ അടക്കം വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നില്ല. അമിത് ചെക്കാലിന്റെയും ഒപ്പം ദുൽഖറിന്റെയും വാഹനങ്ങളാണ് ആദ്യഘട്ടത്തിൽ പിടിച്ചെടുക്കുന്നത്. ഈ വാഹനങ്ങൾ വിട്ടു നൽകണമെന്നാണ് പ്രധാനമായും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കസ്റ്റംസിന് തിരിച്ചടി ഉണ്ടായതിന് പിന്നാലെ ഇപ്പോൾ ഇഡിയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രംഗത്തേക്ക് എത്തുന്നത്.
അർച്ചന പറഞ്ഞു തന്നെയാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതി തന്നെ പറഞ്ഞിരുന്നു, തെളിവില്ലാതെ ഇത്തരത്തിൽ വ്യക്തികൾക്കെതിരെ ആരോപണം ഉന്നയിക്കരുത് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ചു കാലഘട്ടങ്ങളായി നമ്മൾ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം കേന്ദ്ര താല്പര്യത്തിന് വേണ്ടി, കേന്ദ്ര സർക്കാരിന്റെ ഒരു താല്പര്യത്തിന് വേണ്ടി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കസ്റ്റംസ്, പിന്നീട് ED, അങ്ങനെ കേന്ദ്ര താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ പല ഏജൻസികളെയും ഉപയോഗിക്കുന്നത്. അതുതന്നെയാണ് നമുക്ക് ഈ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കസ്റ്റംസിന് ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ നിന്നൊരു തിരിച്ചടി നേരിടുമ്പോൾ അതിനെ മറികടക്കാൻ ഇപ്പോൾ ED രംഗത്ത് വരുന്ന ഒരു കാഴ്ചയല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രീതി, തീർച്ചയായും. കാരണം EDയുടെ സമീപനങ്ങളും EDയുടെ നിലപാടുകളും നമുക്കറിയാം. കാരണം ഇത്തരത്തിൽ വേട്ടയാടൽ സമീപനമാണ് പല ഘട്ടങ്ങളിലായി ഉണ്ടായിരുന്നത്. കാരണം ആര് കേന്ദ്രത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നോ അവർക്കെതിരെയെല്ലാം തന്നെ ED ഇത്തരത്തിൽ രംഗത്തെത്തുന്നത് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ദുൽഖറിന്റെയും ഒപ്പം പൃഥ്വിരാജിന്റെയും എല്ലാം വീടുകളിൽ പരിശോധന നടത്തുന്നത് എന്തിന്റെ അതായത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഈ ഘട്ടത്തിൽ തന്നെ ഉയരുന്നത്. കോടതി ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. അതായത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ ഇത്തരത്തിൽ അതായത് ഇങ്ങനെ വാഹനം പിടിച്ചെടുക്കുന്ന നടപടിയിലേക്ക് അടക്കം കടക്കുന്നത് എന്നാണ് കോടതി വരെ ചോദിച്ചത്. അത് തന്നെയാണ് ഇപ്പോഴും ഒരു പുകമറ എന്ന രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്ന് ദുൽഖർ ആദ്യഘട്ടത്തിൽ തന്നെ പറയുകയും ഒപ്പം ഈ രേഖകളെല്ലാം തന്നെ ഹാജരാക്കുകയും ചെയ്തതാണ്. അതൊന്നും പരിശോധിക്കാതെയാണ് കസ്റ്റംസ് പിന്നീടുള്ള നടപടിയിലേക്ക്, അതായത് വാഹനം പിടിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ദുൽഖർ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇത്തരത്തിൽ വാഹനം വിട്ടു നൽകണമെന്ന് പറഞ്ഞ് ഇടക്കാല ഉത്തരവ് നൽകുകയും ചെയ്തത്. ഈ രേഖകൾ വ്യാജമാണോ എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് കോടതി ചോദിക്കുന്ന ഘട്ടത്തിൽ ഇത് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്, ഇതിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. അത്തരമൊരു നിരീക്ഷണമാണ്, അത്തരമൊരു വാദമാണ് കസ്റ്റംസ് ആ ഘട്ടത്തിൽ ഉന്നയിച്ചത്. അതിൽ നിന്ന് വ്യക്തമാണ് ഒരു തെളിവും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിന് ലഭിച്ചിട്ടില്ല. അതിന് പിന്നാലെയാണ്, ആ തിരിച്ചടി ഉണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ ED ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തുന്നത്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്താണ് ഇതിന് പിന്നിലെന്നത് ഇപ്പോഴും ദുരൂഹമാണ്. കാരണം ഓപ്പറേഷൻ നങ്കൂർ എന്ന് പറഞ്ഞ് ഒരു സംവിധാനം വരുന്നു, അതിന് പിന്നാലെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുന്നു. ഇപ്പോൾ കസ്റ്റംസ് അതുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ, ദുൽഖറിന്റെ ഉൾപ്പെടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നു. എന്നാൽ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവുകളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യാജമായിട്ടാണ് ഈ വാഹനങ്ങൾ ഇവിടെ എത്തിച്ചത് എന്ന തരത്തിൽ യാതൊരു തെളിവുമില്ല. അതിന് പിന്നാലെ തിരിച്ചടി ഉണ്ടാകുന്നു. ഇപ്പോൾ ED രംഗത്തെത്തുന്നു. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഒരു സംശയം മുന്നിൽ നിർത്തുന്നത്. എന്തായാലും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അത് പുറത്തു വരേണ്ടിയിരിക്കുകയാണ്. എന്തായാലും ശ്രീവിധി. അർച്ചന, കേരളത്തിൽ 17 ഇടങ്ങളിലാണ് പരിശോധന. നടൻ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിലാണ് ഇപ്പോൾ EDയുടെ പരിശോധന നടക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം ഒരു സദുദ്ദേശമുണ്ട് ഇതിന് പിന്നിലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ED ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് ലക്ഷ്യമിടുന്നത്? അതുമായി ബന്ധപ്പെട്ട് EDയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭിക്കുന്നുണ്ടോ? ശ്രീ, നിലവിൽ എല്ലാ കേന്ദ്രങ്ങളിലും ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ED ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. അവരിപ്പോഴും പരിശോധനകളും രേഖകളും എല്ലാം തന്നെ പരിശോധിക്കുകയാണ് വിവിധയിടങ്ങളിൽ. അതായത് 17 ഇടങ്ങളിലാണ് കേരളത്തിൽ മാത്രം ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. നമുക്കറിയാം കസ്റ്റംസ് ഏകദേശം 30-ലധികം കേന്ദ്രങ്ങളിലാണ് കേരളത്തിൽ പരിശോധന നടത്തിയത്. പ്രധാനമായും കസ്റ്റംസ് പറഞ്ഞത് ഭൂട്ടാനിൽ നിന്ന് ഇത്തരത്തിൽ രേഖകളില്ലാതെ, അതായത് നികുതി അടയ്ക്കാതെ വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ നങ്കൂർ എന്ന പേരിൽ കേരളത്തിൽ വ്യാപകമായി പരിശോധന നടത്തിയത്. കേരളത്തിൽ ആളുകൾ വാഹനങ്ങൾ വാങ്ങി. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഇടനിലക്കാർ വഴിയാണ് പലരും വാഹനങ്ങൾ വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആർക്കും നേരിട്ട് പങ്കില്ല. അതായത് എല്ലാ രേഖകളും ഉള്ള വാഹനങ്ങൾ തന്നെയാണ് ദുൽഖർ ഉൾപ്പെടെയുള്ള നടന്മാരെല്ലാം തന്നെ വാങ്ങിയത്. അതിൻ്റെ രേഖകളെല്ലാം തന്നെ അവരുടെ പക്കൽ ഉണ്ട് താനും. അത് തന്നെയാണ് അവർ ഈ കസ്റ്റംസിന് കാണിച്ച് നൽകി. അതായത് ഈ കസ്റ്റംസിന്റെ പരിശോധനയ്ക്കിടെ അവരെല്ലാം തന്നെ ആ രേഖകൾ ഹാജരാക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇതൊന്നും പരിശോധിക്കാതെയുള്ള നടപടികളാണ് പിന്നീട് നമ്മൾ കണ്ടത്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് തന്നെയാണ് കോടതിയിൽ വലിയ തിരിച്ചടി കസ്റ്റംസിന് നേരിടേണ്ടി വരികയും ചെയ്തത്. അതായത് തെളിവില്ലാതെ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടികളിലേക്ക് കസ്റ്റംസ് കടക്കുക എന്നാണ് കോടതി ആ ഘട്ടത്തിൽ ചോദിച്ചത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് രേഖകൾ ദുൽഖർ കോടതിയിലും ഹാജരാക്കിയതാണ്. ബാങ്ക് രേഖകൾ, ഒപ്പം ഇത് രജിസ്ട്രേഷൻ ചെയ്തത്. ഇത് മുന്നേ ഉപയോഗിച്ചിരുന്ന ആൾ 2004 ദുൽഖർ ഈ വാഹനം വാങ്ങുന്നത്. അതിൻ്റെ എല്ലാം തന്നെ രേഖകൾ ദുൽഖറിൻ്റെ പക്കലുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഈ ഹർജിയോടൊപ്പം ദുൽഖർ കോടതിയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് വാഹനം വിട്ടു നൽകണമെന്ന് കസ്റ്റംസിനോട് പറയുകയും ചെയ്തിരിക്കുന്നത്.
പറയുന്നത്. എന്തായാലും ഈ ഓപ്പറേഷൻ നങ്കൂറുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരൂഹതകൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ആ ഓപ്പറേഷൻ നങ്കൂറിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് വിശദീകരിക്കാൻ അന്നൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതുപോലും അന്ന് പാതി വഴിയിൽ ഉപേക്ഷിച്ചത് വലിയ രീതിയിലൊരു സംശയം പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാക്കിയിട്ടുമുണ്ട്. എന്നാൽ ഇതിലൊന്നും കൃത്യമായൊരു വിശദീകരണം നൽകാൻ പിന്നീട് കസ്റ്റംസ് തയ്യാറായിട്ടില്ല. ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾ പിന്നീട് കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും എന്താണ് ഇതിന് പിന്നെ ലക്ഷ്യമെന്ന് ഇപ്പോഴും ഒരു പുകമറയായി ഇപ്പോഴും നിൽക്കുകയാണ്. എന്തായാലും ആരൊക്കെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിൽ എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ED ഈ പരിശോധന നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകേണ്ടതുണ്ട്. ഒരു തെളിവുമില്ലാതെ കസ്റ്റംസ് ഇത്തരത്തിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നു. എന്നാൽ എന്താണ് ED ഇതിലേക്ക് വരാനുള്ള ഉണ്ടായ സാഹചര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് EDയുടെ രംഗപ്രവേശനം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എന്തായാലും അതിനെല്ലാം തന്നെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ 17 കേന്ദ്രങ്ങളിൽ കേരളത്തിലെ 17 കേന്ദ്രങ്ങളിൽ പരിശോധന തുടരുകയാണ്. നടന്മാരുടെ വീടുകളിൽ ഉൾപ്പെടെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. പൃഥ്വിരാജ്, അമിത് ചെക്കാലക്കൽ, ഒപ്പം ദുൽഖർ സൽമാൻ എന്നിവരുടെ വീടുകളിലാണ് എന്തായാലും പരിശോധന നടക്കുന്നത്. എന്തായാലും കസ്റ്റംസിൽ നിന്ന് വാഹനങ്ങൾ നൽകാൻ, അതായത് വിട്ടു നൽകാനുള്ള നടപടിയിലേക്ക് ദുൽഖർ കടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ED എത്തുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.